കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ് 1805 ആലപ്പുഴ കൈനകരിയിൽ ജാതനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. CMI സഭയുടെ സ്ഥാപകരിൽ ഒരാളും ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്നു അദ്ദേഹം. ക്രിസ്തീയ പുരോഹിതൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുടുംബജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ അദ്ദേഹം കൈനകരിക്കാർക്ക് നൽകിയ മാർഗരേഖകളാണ് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന കൃതി. ചാവറയച്ചൻ്റെ നാമകരണ പ്രവർത്തനത്തിൻ്റെ വൈസ് പോസ്റ്റുലേറ്റർ ആയിരുന്ന ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ നമ്മോട് ചാവരുളിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഫാദർ, ഈ ചാവറയച്ചൻ്റെ ചാവരുൾ എന്നുള്ള ഒരു കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ പ്രയോജനം ചെയ്യും എന്നുള്ള രീതിയിൽ. ഈ കാലഘട്ടത്തിൽ കാണുന്ന തിന്മകൾക്കെല്ലാം എങ്ങനെ ഒരു ശുദ്ധീകരണം വേണം എന്നുള്ളത് ചാവറയച്ചൻ 1868 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൈനേരിക്കാർക്ക് എഴുതിയ ഒരു ലേഖനമാണത്. അന്നത് പറഞ്ഞിരുന്നത്, ചാവറയച്ചൻ പറഞ്ഞത്, കൈനേരിക്കാർ ശനിയാഴ്ച ദിവസം ഒരു കപ്പേളയുണ്ട്, കപ്പേളയിൽ ഒരുമിച്ച് കൂടി ഇത് വായിക്കണം, എല്ലാ ശനിയാഴ്ചയും വായിക്കാൻ നിർബന്ധം കൊടുത്തിരുന്നു. ഈ കൈനകരിക്കാരെന്ന് പറയുമ്പോൾ ആ പ്രദേശക്കാരെന്നാണോ? ആ പ്രദേശക്കാർ, ചാവറയച്ചൻ്റെ ജന്മദേശത്തിന്റെ പ്രദേശക്കാര്. ചാവറയച്ചൻ്റെ കൈനേരിയിലാണല്ലോ ജനിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അവസാന വാക്കുണ്ട്, ഈ കടലാസ് മരിക്കില്ല. അവർ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇത് മരിക്കില്ല എന്ന് വെച്ചാല് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇതിന്റെ ആശയങ്ങൾ കയറിയാൽ അത് കാലാകാലങ്ങളിൽ ഇതിന്റെ വ്യക്തമായ രൂപം കാണാൻ സാധിക്കും. തിന്മകളുടെ ലോകം അന്നുണ്ട്, തിന്മകളുടെ ലോകം ഇന്നുണ്ട്. അന്ന് പറഞ്ഞു വെച്ചത് ഒരു പക്ഷേ ചെറിയ വെളിച്ചം ഉണ്ടായി എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു തിന്മ ഉണ്ടായി എന്നുള്ളതാകാം. ഇന്ന് വലിയ വെളിച്ചമാണ്, വലിയ തിന്മയാണ് കാണുന്നത്. അപ്പൊ തിന്മയെ മുഴുവൻ കീഴടക്കുന്ന വലിയ വലിയ സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് ഈ ചാവരുൾ വളരെയേറെ ഇന്നത്തെ കാലഘട്ടത്തിന് ഉപയുക്തമാണ്. അത് ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു ചാവരുൾ നമുക്ക് എടുക്കാം. അയൽവക്കക്കാർ തമ്മിലുള്ള വഴക്ക്, കുട്ടികൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് കുട്ടികൾ തമ്മിൽ തന്നെയുള്ള പിള്ളപ്പട എന്നാണ് ചാവറയച്ചൻ പറഞ്ഞേക്കണേ. ഈ പിള്ളപ്പടയെ കരുതിയിട്ട് കുടുംബനാഥന്മാരെല്ലാം കൂടെ വന്ന് തമ്മിൽ അയൽവക്കക്കാരെല്ലാം കൂടെ വഴക്കടിക്കരുത് എന്ന് ചാവറയച്ചൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു പിള്ളപ്പട ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ഭയങ്കരമാണ്. ഇന്നത്തെ ഭാരതത്തിന്റെ സ്ഥിതി നോക്കിയാലും ലോകത്തിൽ എവിടെ നോക്കിയാലും ഇതൊരു ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ ഒന്ന് തമാശ പറഞ്ഞ് കളിയാക്കി, ആരോടെ എന്തെങ്കിലും പറഞ്ഞു, ഉടനെ വേറെ കുറെ പേര് രംഗത്ത് വരികയാണ്. അവരെ അവിടെ ഇട്ട് തന്നെ അവരെ ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഒരു വിചാരണ നടത്തുകയാണ്. അപ്പോ പൊതു വിചാരണ കോടതി പോലെ അനുവാദമില്ലാത്തവർ, അധികാരമില്ലാത്തവര് ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് സാധാരണ ശക്തിയില്ലാത്തവനെ തകർത്ത് കളയുന്ന ഒരു തിന്മയുടെ വലിയ ശക്തി ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ എന്താണ് പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിദ്യാർത്ഥികളുടെ ഇടയിലും മറ്റൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ ഒരാളെ ഒന്ന് ടീസ് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കി, എന്തെങ്കിലും തരത്തിലുള്ള റാഗിങ് ആണെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു ബാക്കി എല്ലാവരും കൂടി വിചാരണ നടത്തുന്നു. വഴിവക്കത്തുള്ള വിചാരണ, കോടതിയിലും പോണില്ല, പോലീസ് സ്റ്റേഷനിലും പോണില്ല, അല്ലെങ്കിൽ അധികാരികളുടെ അടുക്ക പോകുന്നില്ല, ഒന്നുമില്ല. ഈ വഴിവക്കത്തിട്ട് ഇവരെല്ലാവരും കൂടെ തോന്നിവാസമായ ശിക്ഷ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവനെ കൊല്ല ചെയ്തുകൊണ്ട്, ഇതൊക്കെ അന്ന് ചാവറയച്ചൻ എഴുതി വെച്ചേക്കുന്ന കാര്യമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ ഇതെല്ലാം വിചാരിച്ചുകൊണ്ട് ഉള്ള എതിർപ്പിലേക്കും വഴക്കിലേക്കും കുടുംബകലഹത്തിലേക്കും പോകരുത്, അത് അവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടി ഇതൊക്കെ നല്ല ഉപദേശമാണ്. ഇന്നും അത് പ്രായോഗികമാണത്. പിന്നെ ഈ അശ്ലീല മാസിക വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ കരുതി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ചാവറയച്ചൻ എന്തോ വളരെ ഇതായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ കാലഘട്ടത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ മോർ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് വന്ന കാലഘട്ടമാണ്. അന്നെല്ലാം ഉള്ളത് അട്ടിച്ചുള്ള പ്രിന്റ് മീഡിയ ഉള്ളൂ. അപ്പോൾ അശ്ലീലമായിട്ടുള്ള ഏതെങ്കിലും ലേഖനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പടങ്ങളോ ഇങ്ങനെയുള്ളത് കുട്ടികളിൽ കിട്ടിക്കഴിയുമ്പോൾ വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു.
അല്ലെങ്കിൽ അത് ഭദ്രമായി സൂക്ഷിച്ച് ഒളിച്ചു വെച്ച് കൊണ്ടു കിടക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ മോശമായ ഏതെങ്കിലും ലേഖനങ്ങളാകാം, അല്ലെങ്കിൽ സിനിമയുടെയൊക്കെ ഉള്ള കാലഘട്ടത്തെ ഒരു കാലഘട്ടം കരുതിയിരുന്നത് കുറേയേറെ അതൊരു മനുഷ്യ മനസ്സിനെ നന്മ ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന ചിന്തയുണ്ടായിരുന്നു. അപ്പം അത് കുട്ടികൾ കൊണ്ടുവന്ന് നടന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കൂടെ പതിഞ്ഞ് അവരാ തിന്മ ചെയ്യും. ഇപ്പൊ ചില കേസ് നമുക്ക് ഈ സിനിമയിൽ ഏറ്റവും ക്രൂരതയുള്ള സിനിമ കാണുന്ന ചില സ്വഭാവമുള്ള ആളുകളുണ്ട്. അവർ പിന്നീട് ക്രൂരതയെ പ്രവർത്തിക്കുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് മാതാപിതാക്കൾ മദ്യം കഴിക്കരുത്. മദ്യം കഴിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ മക്കൾ മദ്യം കഴിക്കും. കാരണം അത് അവരുടെ രക്തത്തിലായി കഴിഞ്ഞു. അവരിൽ നിന്നാണ് മക്കളൊക്കെ ജനിക്കുന്നത്. പിന്നെ മക്കൾ കണ്ടുപഠിക്കുന്നതാണ്. അപ്പന് കള്ളു കുടിച്ചിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ട് വന്നിട്ടുള്ള പ്രക്രിയകളെല്ലാം മക്കൾ നമുക്ക് ഉണ്ടായിരിക്കണേ. അവരും ഇത് തന്നെ അഭ്യസിക്കും. അപ്പൊ അതുകൊണ്ട് ഈ അശ്ലീല മാസികകള്, പുസ്തകങ്ങള് ഇങ്ങനെയുള്ളത് നിങ്ങൾ കൈ സൂക്ഷിക്കരുത്. അത് ഇന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മീഡിയ മുഴുവനും മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വളർന്നു വരുന്നത്. മനുഷ്യനെ എങ്ങനെ ഉദ്ധരിക്കാൻ പറ്റും, എങ്ങനെ നവീകരിക്കാൻ പറ്റും, ഇതിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുന്നത് നശീകരണമാണ്. ഒരുത്തന്റെ ബുദ്ധിയിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ബുദ്ധി പിന്നെ പ്രവർത്തിക്കില്ലല്ലോ. ഒരുത്തന്റെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ മനസ്സിൽ പിന്നെ നല്ലത് പ്രവർത്തിക്കില്ലല്ലോ. ഒരുത്തന്റെ വാചകങ്ങളും കാര്യങ്ങളെല്ലാം അവൻ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, ഇമാജിനേഷൻസ്. അപ്പൊ തിന്മയുടെ ഇമാജിനേഷൻസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്മയുടെ ഇമാജിനേഷൻസ് ഒന്നും തന്നെയും വർക്കൗട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ചാവറയച്ചൻ പറഞ്ഞ മോശമായ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നവൻ അത് കത്തിപ്പോകുന്ന പറഞ്ഞേക്കണേ. അങ്ങനെ അത്രയും വളരെ ശക്തമായിട്ട് അത് പറഞ്ഞിരിക്കണേ. എന്ന് വെച്ചാൽ അവൻ കത്തി വൈക്കോല് കത്തുന്ന പോലെ അവൻ കത്തിപ്പോകും. വൈക്കോല് തീ ഒളിച്ചു വെച്ചിരിക്കുന്ന പോലെ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല നല്ല വാക്കുകൾ, കടഞ്ഞെടുത്ത വാക്കുകൾ തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ചാവറയച്ചൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മോശമായ ഗ്രന്ഥങ്ങള്, പുസ്തകങ്ങള് അല്ലെങ്കിൽ പത്രമാസികൾ എന്ത് തന്നെ ആയാലും അത് സൂക്ഷിക്കരുത്. മോശം എന്ന് പറയുമ്പോൾ വയലൻസ്, അതുപോലെ തന്നെ ജഡികാസക്തിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്, പിന്നെ മനുഷ്യനെ എപ്പോഴും തിന്മയിലേക്ക് ആകർഷിക്കുന്ന മറ്റു തരത്തിലുള്ള വാചകങ്ങള് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇതെല്ലാം ഇത് പെടും. അപ്പോൾ ഇന്നിപ്പം മീഡിയ കൂടെ കാണുന്ന ചില കാര്യങ്ങള് നന്മയ്ക്ക് പകരം മനുഷ്യൻ തിന്മയിലേക്ക് കൊണ്ടുപോകണം. അവന് തന്നെ ഒന്നും പ്രവർത്തിക്കാതെ നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയും രാത്രി ദീർഘമായിട്ടുള്ള സമയങ്ങളും ഈ മീഡിയ കണ്ടുകൊണ്ട്, മോശമായ മീഡിയ കണ്ടിട്ട് അവൻ പകലൊന്നും പണിയെടുക്കാതെ കൂടുന്നവരുണ്ട്. പല കേസസും ഒക്കെ പിള്ളേരുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ വരുന്നത് പിടിച്ച് അനലൈസ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ വരുന്നത് നിത്യം ഈ മോശമായ ഫിലിം കാണുക, മോശമായിട്ടുള്ള വീഡിയോ കാണുക എന്നുള്ളതായിരുന്നു അവന്റെ ബാക്ക് ഹിസ്റ്ററി എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ ഫാദർ, ഈ ചാവറയച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികളോട് അധികം ദേഷ്യം പാടില്ല, അധികം സ്നേഹിക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ചാവറപ്പിതാവിൻ്റെ കാലത്ത് ഇങ്ങനെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്നത് തന്നെ വളരെ റെയറായിട്ടാണ്. അതുകൊണ്ട് നിർബന്ധം വെച്ചിട്ടുണ്ട്, സന്ധ്യാമണി പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അല്ലേ നമ്മളത് പറയുണ്ടായി. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പല കുടുംബങ്ങളിലും സന്ധ്യയുടെ അത്താഴം കഴിഞ്ഞ്, വൈകുന്നേരത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും, അതായത് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും, അന്നത്തെ കാര്യങ്ങളെല്ലാം അവിടെ അനൗദ്യോഗികമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ വളരണം, മക്കളുടെ പഠിത്തം, മറ്റു കാര്യങ്ങൾ, ഈവൻ വിവാഹം പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ് അമ്മ. അങ്ങനെയൊക്കെയാണ് കുടുംബത്തിന്റെ സുസ്ഥിതി ഉണ്ടായിരുന്നത്. പക്ഷേ അതങ്ങോട്ട് മാറി മാറി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ഒന്നിച്ചിരിപ്പ് എന്നുള്ളത് ഇല്ലാതെയായി, അടുത്തിരിക്കുക എന്നുള്ളത് ഇല്ലാതെയായി. എല്ലാം ഭയങ്കരമായിട്ടുള്ള ബിസി ആണ് എന്നുള്ള ആ ഒരു നയം കാണിക്കുന്നുണ്ട്. അപ്പം മാതാപിതാക്കൾ ഇന്ന് പല മാതാപിതാക്കളിലും അന്നും ഇന്നും ഉള്ളത്, ഇന്ന് കാഠിന്യമേറിയതാണ് എന്ന് പറയുന്നത് അധിക കാർക്കശ്യം. ഇങ്ങനെ വേണം. അത് മക്കളെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ആക്കി കളയുള്ളൂ. കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളെ അത് കൂടുതൽ താല്പര്യം. അതാണ് വേറെ ഒന്നാണ്. ഇങ്ങനെ അമ്മയോ അപ്പനോ ഒരു ഉദ്യോഗസ്ഥനായി പോയാല്, ഒരു അധ്യാപകനായി പോയാല്, പിന്നെ ആ പിള്ളേരെ അവരെയൊക്കെ വലുത് ആക്കണമെന്നുള്ള ആ ഒരു ബഹളമാണ്. അപ്പോ അയൽവക്കത്തുള്ള കുട്ടികളുടെ ഡ്രസ്സ്, അവരുടെ ജീവിത രീതി, അവരുടെ പോക്കറ്റ് മണി,
അവരുടെ ബാഗിൽ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം എൻ്റെ കൊച്ചിനും ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുകയാണ്. പലയിടത്തും കണ്ടിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ടൂർ പോകുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു 500 രൂപയുടെ ഒക്കെ പിന്നെ പിള്ളേരുടെ കയ്യിൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റും. അതിൽ കൂടുതൽ പൈസ കാണാൻ പറ്റും. അപ്പോൾ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി പക്ഷെ യാത്രയ്ക്കുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു 50 100 രൂപയുടെ ആവശ്യങ്ങളേ ഉള്ളൂ. പക്ഷെ മാതാപിതാക്കൾ താല്പര്യം കൊണ്ട് കൂടിയിട്ട് എൻ്റെ കൊച്ചിന് ഒരു കുറവും വരരുത്, ഒരു കൂടുതൽ വേണം എല്ലാ കാര്യങ്ങളും, അവർ കൂടുതൽ കൊടുക്കാൻ നോക്കും. അപ്പോൾ കൂടുതൽ താല്പര്യം ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ താരതമ്യപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് ഈ കുട്ടികൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിന് അപ്പൻ്റെ ഇഷ്ടമനുസരിച്ചല്ല, അമ്മയുടെ ഇഷ്ടമനുസരിച്ചല്ല ഇവന് കിട്ടിയേക്കണ സ്കോർ, ഇവന് കിട്ടിയേക്കണ ഡെവലപ്മെൻറ്റ്, ഇവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവൻ താരതമ്യേന അയൽവക്കത്തുള്ള കുട്ടികളെ അനുസരിച്ചിട്ട് അവൻ താഴെയാണ് എന്ന് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര കലിപ്പും വഴക്കും ബഹളമാണ്. പിന്നെ പേരൻസിന് മക്കളോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഏതെങ്കിലും ആവശ്യം വന്നാൽ മക്കൾ അങ്ങോട്ട് പറയട്ടെ 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 എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ, അതിന് പറയിപ്പിക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് മക്കൾ വന്ന് മാതാപിതാക്കളുടെ അടുക്കൽ വന്ന് പറയുന്ന ഒരു എളുപ്പത്തിൻ്റെ വഴി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വഴി, ഒരു സൗമ്യതയുടെ വഴി അവിടെ സൃഷ്ടിക്കണം. ഇതില്ല. ഒന്നിൽ കർക്കശ്യം, ഭയങ്കര ചിട്ടയാണ്. ചില മാതാപിതാക്കൾ ചിട്ട കൊടുക്കുന്നവർ ഭയങ്കര ചിട്ടയാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരു അപ്പൻ കിടന്ന് അലറുന്നു, അരിശപ്പെടുന്നു. അതുകൊണ്ട് അപ്പൻ്റെ ഞരമ്പിനാണ് പ്രശ്നം വരുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കൽ ആൻഡ് സൈക്കിക് ഫാക്ടേഴ്സിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് പേരൻസ് അറിയുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യൻ അറിയുന്നില്ല, അരിശപ്പെടുന്നവർ അറിയുന്നില്ല. അരിശം ഭയങ്കര രോഗമാണ്. രോഗത്തെ വിളിച്ചു വരുന്നു, രോഗം ഉണ്ടാക്കും. ക്ഷമിക്കാനും മറക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പുഞ്ചിരിക്കാനും എളിമയോടുകൂടി പ്രവർത്തിക്കാനും മക്കളെ ചേർത്ത് നിർത്താനും ഒരപ്പന് സാധിച്ചാൽ ആ മക്കള് അപ്പനേക്കാൾ നല്ല മനുഷ്യരായിട്ട് വരും. അന്ന് ഇനി താല്പര്യത്തിന് പേരിലോ ഞാൻ കൊടുക്കുന്നത് നല്ലതാണ്. കൊടുക്കുന്നത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൊടുക്കണമെങ്കിൽ ഇവരത് ദൂഷ്യം ചെയ്യും. ഇപ്പോൾ പലതും കണ്ടിട്ടുണ്ട്. പഠിക്കാനായിട്ട് കുട്ടികളെ വിടുന്നു, വിദേശത്തേക്കോ സ്വദേശത്തേക്കോ ഒക്കെ വിടുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ ഡ്രസ്സ് തന്നെ എന്തുമാത്രം അവിടെ നിന്ന് കൊടുത്തു വിടുന്നത് അറിയാവോ? അവിടെ ചെന്നിട്ട് ഇന്ത്യൻ ഡ്രസ്സിന്റെ വലിയ ആവശ്യമില്ല. അവിടെ ചെന്ന് ഇന്ത്യൻ ഡ്രസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ എന്നാലും ഇച്ചിരി വെളിച്ചം കാണുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ഇട്ട് ചമഞ്ഞ് എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മകന് ഒക്കെ വെളിച്ചത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അയക്കുമ്പോൾ സന്തോഷമായി. അപ്പം എൻ്റെ മകൾ എവിടെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചല്ല. ഇങ്ങനെയുള്ള പേരൻസിന് ഈ താല്പര്യം കൂടുമ്പോൾ തിന്മയുടെ വഴികൾ അവർ കുട്ടികൾ കണ്ടെത്തും. അത് പാരൻസിന് കണ്ണടയ്ക്കേണ്ടി വരും. അത് ഏറ്റവും വലിയ പാട്. അവർ കണ്ണടച്ചു പോകും. അത് തിന്മയാണ് എന്ന് അവർക്ക് ഒരിക്കലും ബോധ്യം വരികയില്ല പേരൻസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ജാവറേച്ചൻ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, അധികം അടുപ്പവും വേണ്ട, അധികം കാർക്കശ്യവും വേണ്ട, മിതത്വം പാലിച്ചുകൊണ്ട് മക്കളെ പാകപക്വതയോടുകൂടി വളരാനായിട്ടും പെരുമാറാനായിട്ടും സംസാരിക്കാനായിട്ടും ഉള്ള ഇടം കൊടുക്കണം. ആ രീതി വളർത്തിയെടുക്കണം. ഇനിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ മക്കളും ഞാനും മാത്രം, വേറെ ആരോട് യാതൊരു ബന്ധവുമില്ല. ഒരു കുടുംബത്തിൽ 2 3 മക്കൾ, ആ മക്കളും 2 പെൺമക്കളും ഉണ്ടെങ്കിൽ അവരുടെ മക്കളെ എല്ലാവരും ഒരുപോലെയാണ്, അപ്പനും അമ്മയ്ക്കും, ഈ വല്യപ്പനും വല്യമ്മയ്ക്കും. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ കുടുംബത്തിൽ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ എൻ്റെ മക്കൾ മാത്രം, ബാക്കിയുള്ള കയറി വരുന്നാൽ അവർ വിരുന്നുകാർ. അതുമൊക്കെ പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ. അങ്ങനെയുള്ള കുട്ടികളൊന്നും ഈ എല്ലാ മക്കളുമായിട്ട് ഈ കസിൻസായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ വിഷം വരും. അതുകൊണ്ട് അധികം അടുപ്പവും വേണ്ട, അധികം കാർക്കശ്യവും വേണ്ട. മക്കളെ വേണ്ട രീതിയിൽ ക്രമത്തിലും ചിട്ടയിലും വിവേകത്തിലും വിജ്ഞാനത്തിലും പാകപക്വമായ ഒരു മനസ്സോടുകൂടി വളർത്തിയെടുക്കണം. ഇതാണ് പേരൻസിന് കൊടുക്കുന്ന സന്ദേശം. പിന്നെ ഫാദർ, ഒരു പിശാച് ഒരു കിഴവിയോട് പൊന്നിന്റെ സഞ്ചിയൊക്കെ കൊടുത്തിട്ട് 3 ദിവസം കൊണ്ട് നീ സാധിച്ചെടുത്തു, ഞാൻ 3 വർഷം കൊണ്ട് നടക്കാതിരുന്നെന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം. ചാവർ പിതാവ് ഈ നല്ല അപ്പൻ്റെ ചാവറുള്ളില് വളരെ രസകരമായി ചേർത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കിഴവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. കിഴവി എന്നുള്ള മലയാള വാക്ക് വളരെ പുരാതനത്തുള്ളതാണ്. അതായത് ഒരു വൃദ്ധ എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ കിഴവി കുട്ടനാടൻ പ്രദേശത്തെയൊക്കെ നല്ലപോലെ പഠിച്ച് സ്വാംശീകരിച്ച് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണല്ലോ ചാവർ പിതാവ്. അവിടെ തന്നെ ജനിച്ചുകൊണ്ടും അവിടെ വളർന്നതുകൊണ്ടും
അവിടെ അത്രമാത്രം നല്ല ബുദ്ധി അറിവും കഴിവുള്ള ആളായിരുന്നു ചാവറയച്ചൻ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേക്കണത്. അപ്പോൾ ധാരാളം കിളവിമാര്, അത് ഭർത്താവ് മരിച്ചതാകാം, ഭർത്താവ് ഉള്ളതാകാം, അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പകൽ മുഴുവനും അതിങ്ങനെ വീട് തോറും അങ്ങനെ പലയിടത്തൊക്കെ പോകുന്നു, കിട്ടുന്നത് കഴിക്കുന്നു, അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ അവരുടെ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ അതൊരു മനസ്സിൽ കിടക്കുന്നതോ അല്ലെ കണ്ട് ഉണ്ടാക്കുന്നതോ ആയ ദുരാരോപണപരമായിട്ടുള്ള കാര്യങ്ങൾ, ദുശ്ശീലങ്ങൾ ഇനി ഏഷണി പറയുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടെ കുറ്റം പറച്ചിലങ്ങ് തുടങ്ങും. അപ്പോൾ മരുമകൾ ഒന്നും ശരിയല്ല എന്നുള്ള ആശയമാണ് അമ്മായിമ്മയ്ക്കുള്ളതെങ്കിൽ അത് പിടിച്ചിട്ട് അമ്മായിമ്മയുടെ പക്ഷം ചേർന്ന് മരുമകളില്ലാത്തപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും. അത് പല വീടുകളിൽ കൂടെ പോയി കണ്ട് ഓരോരോ വിഷയമാണ് ഓരോരുത്തർ ഈ കിഴവി ഏറ്റെടുക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിഴവിയെക്കുറിച്ച് ചാവറയച്ചൻ ഇതിൽ സൂചിപ്പിച്ചതാണ് ആ ഒരു ഭാഗം. അത് കൈ നിറയെ തിന്മ മാത്രമേ ഉള്ളൂ, വാക്ക് മുഴുവൻ തിന്മയുടേതാണ്, മനസ്സ് മുഴുവൻ തിന്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ തമ്മിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഈ ഇങ്ങനെ കിളവിയുടെ പ്രവർത്തനം മുഴുവനും. അത് പാടില്ല, അത് തിന്മയാണ്, ഒരു സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ നാശം സൃഷ്ടിക്കും എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ചാവറപ്പിതാവ് ഈ വാക്ക് പറഞ്ഞങ്ങനെ. ഈ കിഴവി വരുന്നു, ആ കുടുംബത്തിലെ ഉള്ളവരെ എല്ലാം അകറ്റുന്നു, അവിടെ നിന്ന് പിന്നെ കിട്ടുന്നു ഭക്ഷിക്കുന്നു, പിന്നെ വേറെ വീട്ടിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അപ്പനും മകനുമായിട്ടായിരിക്കും പ്രശ്നം. അപ്പോ അപ്പനെ കുറിച്ച് മകനോട്, മകനെ കുറിച്ച് അപ്പനോട് ഒക്കെ ഇല്ലാത്തതും ഉള്ളതൊക്കെ തൊരാതെ ഇങ്ങനെ പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും അകറ്റി ശത്രുക്കളാക്കുന്നു. അത് ഒരു വെച്ചിട്ടാണ് ഒരു പിശാച് ഇങ്ങനെ 3 വർഷം പിശാച് മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന എന്നതെന്നാ തിന്മയല്ലേ, നന്മ ഉണ്ടാകാൻ പറ്റില്ലല്ലോ, പിശാചിന് ഇല്ലല്ലോ നന്മ. അപ്പൊ അതുകൊണ്ട് ആ തിന്മയുടെ ശക്തി ഈ സ്ത്രീയിലുള്ളത് അതിനെക്കുറിച്ച് പറയാണ്. 3 വർഷം പിശാച് നോക്കിയിട്ട് ഈ കുടുംബം നടക്കാത്ത കാര്യം എന്ന് വെച്ചാൽ തിന്മ അവിടെ വിജയിച്ചില്ല. അത് 3 മണിക്കൂർ കൊണ്ട് 3 ദിവസം കൊണ്ട്, അതെ 3 ദിവസം കൊണ്ട് ഈ നടക്കുന്നു. അപ്പൊ അത് അത്ര വലിയ ദുഷ്ടമായ മനസ്സ്, ദുഷ്ടതയുടെ ചിത്രീകരണങ്ങൾ, സംസാരങ്ങള് എല്ലാം ഈ കിഴവിയിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു സൂചന. അതുകൊണ്ട് എങ്ങോട്ടാ കൊണ്ടേക്കണേ, അതാ പ്രധാനപ്പെട്ടത്. പൊന്നങ്ങോട്ട് കൊടുത്തു, പക്ഷെ കൊണ്ടുപോയി നരകത്തിലേക്കാ. മനുഷ്യന്റെ ഏറ്റവും വലിയ തകർച്ചയുടെ സ്ഥലം, ഈ ലോക ജീവിതത്തിന് ശേഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവ്വതും നശിപ്പിച്ച് ശാന്തി സമാധാനം ഒന്നും ഇല്ലാത്ത, രക്ഷയില്ലാത്ത സ്ഥലത്തേക്ക് പിശാച് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഏഷണി കൊടുക്കുന്നവരും ഏഷണിക്ക് കാരണമാകുന്നവരും അസൂയ ഉള്ളവരും അസൂയക്ക് കാരണമാകുന്നവരും എല്ലാം, അല്ലെങ്കിൽ അസൂയപ്പെടുന്നവരും എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ള കടുത്ത തിന്മയാണ് എന്ന് ചാവറപ്പിതാവ് കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു സമൂഹത്തെ, ഇവിടെ ഒരു കാര്യം ഇവിടെ നമ്മൾ നോക്കാനുണ്ട്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവനും ശുദ്ധീകരിക്കാൻ വേണ്ടി ചാവറപ്പിതാവ് എത്ര വിശാലമായ രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ധ്യാന ചിന്തയേക്കാൾ വിശേഷം അത് കുടുംബങ്ങളിലാണ് ആദ്യം തന്നെ ഇതൊക്കെ ആരംഭിക്കേണ്ടത്. ശുദ്ധീകരണം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലാണ്. നന്മയുടെ വിത്ത് പാകേണ്ടത് കുടുംബങ്ങളിലാണ്. നല്ല വാക്കുകളും നല്ല സംസാരങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടത് കുടുംബങ്ങളിലാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ കുടുംബത്തിൽ കയറി വരും. അവർ ഇരുത്തേണ്ടടുത്ത് ഇരുത്താവുള്ളൂ, പ്രവേശിപ്പിക്കേണ്ടത് പ്രവേശിപ്പിക്കാവുള്ളൂ, അത്രയും സമയം അവർക്കത് കൊടുക്കാവുള്ളൂ. ഇല്ല എങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി ശുശ്രൂഷിച്ച് കടന്നു പോയിക്കൊണ്ടിരുന്ന മരുമകള് അവിടുത്തെ ഏറ്റവും വലിയ വേദനയുടെ ആയി മാറും. അമ്മായിമ്മയും മരുമകളും തമ്മിൽ അമ്മയും മകളെ പോലെ പോകേണ്ടിരുന്ന സ്ഥലത്ത് ഇത് ഭയങ്കര അകൽച്ചയും ശത്രുതയും വിഷമവും എല്ലാം ഉണ്ടാക്കും. ഒത്തിരി സംഭവങ്ങളുണ്ട്. ചില വീടുകളിൽ കൂടെ എനിക്കറിയാവുന്ന ചില വീടുകളുണ്ട്. അവർ പറയും, എനിക്ക് 2 ആമക്കളും 3 പെമ്മക്കളുമാണ്. 3 മക്കളാണ്, നിങ്ങൾക്ക് 2 പെമ്മക്കളോ ഉള്ളല്ലോ? അല്ല, മകൻ കെട്ടിക്കൊണ്ടുവന്നത് എൻ്റെ മകളാണ്. അപ്പൊ മകൻ കെട്ടിക്കൊണ്ടുവന്നതിനെ എൻ്റെ മകളാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു അമ്മായിമ്മ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മരുമകൾക്കോ ഇത് എൻ്റെ അമ്മയാണ് എന്ന് പറയാനുള്ള ആ സ്വതന്ത്ര മനസ്സ് അപ്പോഴുണ്ടാവും. ഇത് വരണമെങ്കിൽ
രണ്ടുപേരും ഹൃദയശുദ്ധിയുള്ളവരാകണം. അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കെറുവിൻ്റെയും കൂട്ടിക്കുത്തലിൻ്റെയും ഒക്കെ ആളായിട്ട്, അല്ലെങ്കിൽ ഏഷണി പറയുക, അവിടുത്തെ അത് കണ്ട് ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ അത് കണ്ട് അവിടെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം അവസാനിപ്പിച്ചിട്ട് അവനവൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കുടുംബങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യം, നന്മയ്ക്കുള്ള നിലനിൽപ്പിനുള്ള ആവശ്യം എന്ന് ചാവറപ്പിതാവ് പറയുന്ന ഒരു വാക്കാണത്. ഫാദർ, അടുത്ത് ഈ അച്ഛൻ ഇത് മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ചാവറപ്പിതാവിൻ്റെ ഒരു വലിയ സന്ദേശം തന്നെ കുടുംബത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതിൽ കുടുംബനാഥ എങ്ങനെ വേണമെന്നും മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നും ഉള്ള കാര്യം കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മക്കളെ വളർത്തുന്നതിനകത്ത് മാതാപിതാക്കൾക്ക് വലിയ കടപ്പാടുണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മക്കളെ വളർത്തുന്നതിന് മക്കൾ പ്രാർത്ഥനയിൽ നല്ലപോലെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രാർത്ഥന വളർത്തണം അവരെ പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് ചാവറയച്ചൻ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യയാകുമ്പോൾ മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി സന്ധ്യാപ്രാർത്ഥന നടത്തണം. അത് എല്ലാ മതങ്ങളിലുള്ളതാണ് സന്ധ്യാപ്രാർത്ഥന. ഈ ഒരുമിച്ച് കൂടി സന്ധ്യാപ്രാർത്ഥന നടത്തണം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാധാന്യം പലപ്പോഴും കുട്ടനാടൻ പ്രദേശത്താണല്ലോ ഈ ഒരു ചാവറുകൾ എഴുതി ഉണ്ടാക്കിയേക്കണേ. കൈനേരിയിൽ പിതാവും മാതാവും പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റിയല്ല. അപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവർ, തെങ്ങിൽ നിന്ന് തേങ്ങ ഇട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോണവർ, അങ്ങനെ പകൽ മുഴുവനും മാതാപിതാക്കൾ പണിക്കാരായിരിക്കും. അതായത് നല്ല അധ്വാനം നടത്തുന്നവരാണ്. പിന്നെ മക്കളോട് എവിടെയെങ്കിലുമൊക്കെ പോയി, പലയിടത്ത് പോയി കൂട്ടുകൂടി, ഒരുപക്ഷെ അവിടുത്തെ പാടത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കളിക്കാനൊക്കെ പോയി, അങ്ങനെ ഒരു ചിട്ടയില്ലാതെ പോകുന്നു. ക്രമവും ചിട്ടയുള്ള ഒരു ഭവനം ഉണ്ടാകണമെന്ന ചിന്തയാണ് ചാവറപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം. ഈ സന്ധ്യയാകുമ്പോൾ എവിടെയൊക്കെ പോയാലും സന്ധ്യയാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെ പ്രസക്തിയില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസിദ്ധിയുണ്ട്. പല പ്രശ്നങ്ങളും പലരും വന്ന് സംസാരിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. 2 പേരുള്ളിടത്തും 5 പേരുള്ളിടത്തും 7 പേരുള്ളിടത്തും എല്ലാം സന്ധ്യാപ്രാർത്ഥന നടക്കുന്നില്ല. അത് ഒരു മതത്തിന്റെ മാത്രമല്ല, ഏത് മതത്തിൽ നോക്കിയാലും സന്ധ്യയാകുമ്പോൾ വിളക്ക് കൊളുത്തുന്നു, അല്ലെങ്കിൽ തിരി തെളിക്കുന്നു, ലൈറ്റ് ഇടുന്നു, പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ കുറച്ച് സമയം ഈ ഭൂമിയിലായിരിക്കുമ്പം ഈ ഭൂമിയെ മറന്ന് ഈ ഭൂമിയിലേക്ക് വിട്ട ആളുമായിട്ട് സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അത് യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പകൽ മുഴുവൻ പണിയെടുത്ത് രാത്രി കാലങ്ങളിൽ മലയോരങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു എന്ന്. പിറ്റേ ദിവസം രാവിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഇത് ഒരു കുടുംബം അങ്ങനെയുള്ള ഒരു ആത്മീയതയുടെ തലമാകണം. അപ്പനും അമ്മയും എല്ലാവരും സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് വന്നു. അപ്പം നേരത്തോട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളും എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ചാവറയച്ചൻ പറഞ്ഞൊരു വലിയൊരു കാര്യവും കൂടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് മക്കള് അനുസരിക്കുന്നില്ല, വിധേയപ്പെടുന്നില്ല, അവൻ തോന്നിവാസമാണ് എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരെ പേടിച്ചിട്ട് കറക്ഷൻ കൊടുക്കുകയില്ല. ആ തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണിപ്പോൾ. അപ്പോ പിതാവ് പറഞ്ഞിരിക്കുന്നത്, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് മക്കൾ മാതാപിതാക്കൾക്ക് സ്തുതി അല്ലെന്ന് കൈമുത്തണം. ഇത് എവിടെ നടക്കുന്നുണ്ടത്? അത് വലിയ അനുഗ്രഹമാണ്. അത് ഞങ്ങൾ അച്ഛന്മാർ പലപ്പോഴും വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പനുള്ള കാലഘട്ടത്തിൽ അപ്പൻ്റെ അടുത്ത് പോയി സ്തുതിയല്ലേ കൈമുത്തും. തലയിൽ ചിലപ്പോൾ അപ്പൻ കൈ വെക്കാൻ പറയും. അതുപോലെ തന്നെ മൂത്ത ചേട്ടനുണ്ട്, മൂത്ത ചേട്ടൻ്റെ അടുത്ത് പോയി കൈമുത്തിട്ട് പോരും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനത്തിന്റെ, അവരുടെ സ്നേഹത്തിന്റെ പ്രതിസ്നേഹം നമ്മൾ കൊടുക്കുന്ന അങ്ങനെയാണ്. മക്കൾ വേറെ ഒന്നും കൊടുക്കണ്ട. കാരണവന്മാർ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഇവരെ പഠിപ്പിച്ചു വളർത്തിയെടുത്തു എങ്കിൽ ആ മക്കള് വേറെ ഒന്നും വേണ്ട. അവരുടെ മുമ്പിൽ ഒന്ന് കൈകൂപ്പുന്ന സ്നേഹം മാത്രം മതി. കൈകൂപ്പുന്നതിന് ഒരു അർത്ഥമുണ്ട്. നമുക്കുള്ളതെല്ലാം കൂടി ചുറ്റുപാടെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് അത് ദൈവത്തിലേക്ക്, ഈശ്വരനിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് പ്രാർത്ഥിച്ച് മാതാപിതാക്കൾക്ക് സ്തുതിയല്ലേ കൈമുത്തുന്ന വലിയൊരു ശീലം ചാവറയച്ചൻ ഈ കേരളക്കരയിൽ വളർത്തിയെടുത്തു. അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങളിൽ ശാന്തി, സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. മക്കൾ പറഞ്ഞ് അനുസരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓരോരുത്തർ ഒറ്റയ്ക്ക് താമസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവരെ ഇന്ന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി വിദേശങ്ങളിലേക്ക് അയക്കുക. അത് കൂടിക്കൊണ്ടിരിക്കുക. 2 കൊല്ലമായിട്ട് അത് വളരെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടം വരുന്നത് കൊണ്ട് മക്കൾ എന്താണ്, എങ്ങനെയാണ് എന്ന് അവരുടെ ഉള്ളിലോട്ട് കയറാൻ ആർക്കും സാധിക്കില്ല. ഒരു ആധ്യാത്മിക പിതാവിന് അല്ലെങ്കിൽ ഒരു മതാചാര്യന്
അല്ലെങ്കിൽ ഒരു സഭയുടെ തലങ്ങളിലോ കുടുംബത്തിലൊന്നും ഒരു മകൻ്റെയോ മകളുടെയോ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഇന്ന് മാർഗങ്ങളില്ല. കടന്നു ചെല്ലാൻ അവർ അനുവദിക്കുകയില്ല. ഇന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയായി. ഒന്നുകിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളെ പൊളിച്ചെഴുതി സന്ധ്യാമണി അടിച്ചാൽ എവിടെയായാലും വേണ്ടില്ല, ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസമല്ല അന്ന് തന്നെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അത് വരുന്തോറും ദൈവർക്ക് മക്കളെ കൊടുക്കുമ്പോൾ മക്കളെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെ ആ പ്രാർത്ഥനയുടെ തലത്തിൽ വളരാനായിട്ടുള്ള ഒരു നല്ല ഒരു ആഹ്വാനമാണ് ചാവറപിതാവ് ഇത് കാഴ്ചവെക്കുന്നത്. പിന്നെ ഈ മക്കളുടെ കൊച്ചുമക്കളെ വസ്ത്രം ഉടുപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ വസ്ത്രത്തിന് വസ്ത്രം അധികം ലഭ്യമല്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും തുണിയൊക്കെ റേഷനായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഒരു 3-4 വയസ്സ് വരെ അങ്ങനെ വസ്ത്രമൊന്നും ഇല്ലാതെ വിടുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശത്ത് ധാരാളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഇങ്ങനെ വസ്ത്രം ഉപയോഗിക്കാതെ നടക്കുന്നത് കൊണ്ട് മനുഷ്യന് അശുദ്ധമായ ചിന്തകൾ വരാമെന്നാണ് ചാവറേച്ചൻ സൂചിപ്പിക്കുന്നത്. അത് പറയുന്നത് ഇതൊന്നും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾക്ക് തെറ്റുപറ്റും. അങ്ങനെയല്ല. കാലഘട്ടങ്ങൾ കടന്നു വരും തോറും തിന്മയുടെ കാര്യങ്ങൾ കൂടുതലാണ് യുവതലമുറയിലേക്ക് കുട്ടികളിലേക്ക് പോകുന്നത്. ഇനി ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത് കുട്ടികൾ അങ്ങനെ നടക്കുന്നത് ശരിയാണ്. പക്ഷേ തിന്മ ഒരാളിൽ ഈ രീതിയിൽ പ്രത്യേകിച്ച് ലൈംഗിക വിഷയങ്ങളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൊച്ചാണോ പ്രായമുള്ളതാണോ വലുതാണോ എന്നൊന്നും അവിടെ നോക്കുന്നില്ല. പെട്ടെന്ന് അത് അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് കുട്ടികളോടായിട്ടുള്ള തിന്മകൾ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. ഒന്നു കളഞ്ഞ പോലും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇതിൻ്റെ എല്ലാം കാരണം പണ്ടും ഉണ്ട്. പക്ഷെ പണ്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ തിന്മകൾ വരാറില്ല. ഇന്ന് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ, അതായത് തിന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊന്നുകളയാനുള്ള ക്രൂരതയാണ് മനുഷ്യരുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചാവറേച്ചൻ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ട് ഒരിക്കലും കുട്ടികളാണ് എന്ന കാര്യത്തിൽ വിടരുത്. കുട്ടിയും വലിയവരും ഒക്കെ ജഡിക തലങ്ങളിൽ ഒന്നുപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ദുഷിച്ച വഴികളിലൂടെ അവർ കൂടുതൽ പാവങ്ങളെക്കുറിച്ച് താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാവം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനിട കൊടുക്കാതിരിക്കാൻ സ്വന്തമായ കുട്ടികളായിട്ടും മറ്റുള്ളവർക്കായിട്ടും സൂക്ഷ്മം വയ്ക്കാനുള്ള ഒരു അവസരമാണ് ഇത്. വസ്ത്രം ധരിപ്പിക്കാതെ കുട്ടികളെ അങ്ങനെ മുറികളിലായാലും അല്ലെങ്കിൽ വീട്ടിൽ കൂടെ ആയാലും പോലും നടത്തരുതെന്ന് പറയുന്നത്. പിന്നെ ഈ അസഭ്യ വാക്കുകൾ കുട്ടികൾക്ക് അറിയില്ല എന്ന് കരുതി നിങ്ങൾ പറയരുത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അതെങ്ങനെയാണ്? അത് കുട്ടികൾ എങ്ങനെയാണ് അസഭ്യവാക്ക് മനസ്സിലാക്കുക? അത് നോക്കി അറിയാൻ പറ്റും. ഈ മദ്യപിക്കുന്ന കുടുംബത്തിൽ ഇന്നും കാണുന്നതാണ്. പിതാവ് മദ്യപിച്ച് വന്നിട്ട് പറയുന്ന സുബോധമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിക്കുക. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം അമ്മേനെ ചീത്ത പറയുന്നു, മക്കളെ ചീത്ത പറയുന്നു, വെറുതെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള സംസാരം പറയുന്നു. ഈ കൊച്ചുകുട്ടി ആദ്യം കിട്ടുന്നത് ആണ് ക്യാച്ച് ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾക്ക് എഴുതിയല്ല, കേട്ടാണ് അല്ലെ കണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൊച്ചിൻ്റെ മനസ്സിലേക്കാണ് വരുന്നത്. വെള്ളവസ്ത്രം പോലെയാണ് ഒരു കൊച്ചിൻ്റെ മനസ്സിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ പതിക്കും. പിന്നീട് അത് എടുത്തെടുത്തിട്ട് വരുന്നത് ഈ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വേറെ മൂത്ത ആളുകൾ എന്താണോ പറഞ്ഞത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അസഭ്യമായുള്ള വാക്കുകൾ അല്ലെങ്കിൽ ചേരാത്ത വാക്കുകൾ, കുടുംബത്തിന് ചേരാത്ത വാക്കുകൾ, വ്യക്തിത്വത്തിന് ചേരാത്ത വാക്കുകൾ, മോശമായ വാക്കുകൾ ഒരു പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയരുത്. ഇനി 2 കാര്യമുണ്ട്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളോ കുടുംബത്തിൽ രണ്ടുപേര് തമ്മിലുള്ള ചേർച്ചകൾ കുറവോ അയൽവക്കക്കാരുടെ കുറ്റങ്ങളോ ബന്ധുക്കളുടെ കുറ്റങ്ങളോ പറഞ്ഞാൽ ഈ കുട്ടികളത് മനസ്സിലാക്കിയിട്ട് അവരകന്നു പോകും. കുട്ടികളെ എങ്ങനെയുള്ള കാര്യത്തിന് ഇടപെടുത്തരുത്. വസ്തു തർക്കമുണ്ട് വീട്ടിൽ ചേട്ടനന്യന്മാർ തമ്മിൽ, അതിനകത്ത് ഈ കൊച്ചു കുട്ടികളെ ഒന്നും അതിനകത്ത് ഇടപെടുത്തരുത്. അവരില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവർ കേൾക്കാത്ത സമയത്ത് കുടുംബത്തിൽ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് എങ്കിൽ പോലും അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തരുത്. അതാണ് എൻ്റെ അതിനകത്ത് പറയുന്നത്. പിന്നെ ഈ ബന്ധുക്കളുടെ വീട്ടിൽ കുട്ടികളെ വിടുന്നതിനെ കുറിച്ച് ചാവറേച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചാവറപിതാവിൻ്റെ കാലഘട്ടം 1805 ജനിച്ചത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ടുള്ളതും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിലും അന്ന് നമ്മൾ പറയും കുറച്ചൊക്കെ സംസ്കാരം കൂടെ വളർത്തി വരേണ്ട കാലഘട്ടമാണ്. ഇന്നത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ന് സംസ്കാരം കൂടിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒക്കെ
കുട്ടികളിരുന്ന് പഠിച്ചു, ബോർഡിങ്ങിലും ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് പഠിച്ചും മടുത്തല്ലേ വന്നേക്കണേ, ഇനി ഒന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് പൊക്കോട്ടെ, അല്ല അമ്മാവ പെങ്ങളുടെ വീട്ടിൽ, ഇങ്ങനെ പെൺകുട്ടികളെ ആണേലും ആൺകുട്ടികളെ ആയാലും തന്നെ വിടുന്നത് ശരിയല്ല എന്നാണ് ചാവറയച്ചൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടി വീട്ടിലോട്ട് കയറി ചെന്നു, ശരിയാണ്, ഒരുപക്ഷെ ചേച്ചിയുടെ വീടായിരിക്കാം. ഈ ചേച്ചിയുടെ വീടാണ് എന്ന് കരുതിക്കൊണ്ട് അവിടെ വരുന്നവരെല്ലാവരും സ്വന്തം അമ്മയുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു വന്നിരിക്കുന്നവരായിരിക്കണമെന്നില്ല. വളരെ അപരിചിതരും വളരെ സ്വഭാവ വികലതകളുള്ളവരും വളരെ വൈകല്യങ്ങൾ ചുറ്റുപാടുകളും ഒക്കെ ഉള്ള സാഹചര്യമാകും. അപ്പോൾ ഈ ഒരു കുട്ടി അവിടെ കാണപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ചയുടെയും അതിൻ്റെ പ്രത്യേകത സ്വഭാവത്തിൻ്റെയൊക്കെ കാഴ്ചയിൽ ചുറ്റുപാടിൽ നിന്ന് ഒത്തിരി പേര് ഇതിനെ വീക്ഷിക്കാനുണ്ടാവും. അപ്പം അങ്ങനെ വീക്ഷിക്കുമ്പോൾ എല്ലാം മനുഷ്യൻ്റെ കണ്ണുകൾക്കും മനുഷ്യ മനസ്സിനും ഒക്കെ തിന്മ ചെയ്യാനുള്ള സ്വതസിദ്ധമായ ഒരു വാസന അവിടെ വളർത്തിയെടുക്കും. അതുകൊണ്ട് അമ്മയെ അപ്പയിൽ നിന്ന് അകന്നു നിൽക്കുന്ന കുട്ടിക്ക് അപ്പൻ അമ്മ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ചിന്ത വിട്ടു. അത് വേറെ സ്ഥലത്താണ്. ഇളയമേനെയോ അല്ലെ ചേച്ചീനെയോ പേരമേനെയോ ഒക്കെ കണ്ണുവെട്ടിച്ചിട്ട് വേറെ വർത്താൻ പറയുമ്പോൾ വേറൊരാൾക്കൊരു ദുഷിച്ച ചിന്തയും ഒരു ദുഷിച്ച സ്വഭാവവും ഉണ്ടെങ്കിൽ ഇല്ലെന്ന് നമുക്കിന്ന് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ അത് ഈ കുട്ടിയിലേക്ക് പകരും. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ട് കൂട്ടുകൂടി അങ്ങനെയുള്ള പല കുട്ടികൾ ഒളിച്ചുപോയി എന്ന് പറയണേ. എന്തുകൊണ്ട് കുട്ടികൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോയി ബാഗ് എടുത്തുകൊണ്ട് പോണ കണ്ടു, എവിടെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇന്നും കേരളത്തിലെ മറ്റു സ്ഥലത്തേക്ക് പോലീസ് ഇതിനു വേണ്ടിയിട്ട് തലവേദന ഉണ്ടാക്കുകയാണ്, കാണാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങള്, മനസ്സിന്റെ ഒളിച്ചോട്ടം, അത് ഫിസിക്കൽ ഒളിച്ചോട്ടമായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ എവിടെയോ ഒരു കോർണർ ഇഷ്ടപ്പെട്ടു, അമ്മയെയും അപ്പനെയും സ്വന്തം ആങ്ങളെയും അല്ലെ കുടുംബത്തിലുള്ള അല്ലെ ആങ്ങള അല്ലെ പെങ്ങൾ ആരും ആകട്ടെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒന്ന് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടത് മുഴുവൻ തിന്മയായിരിക്കും. സാധാരണ നിയമം അനുസരിച്ച്, സാധാരണ ക്രമം അനുസരിച്ച്, സാധാരണ ഓരോ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഉള്ള ജീവിതവും വളർച്ചയും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വഴി പോവുകയാണ് ചെയ്യണേ. അതുകൊണ്ടാണ് പറയണത്, അങ്ങനെ ബന്ധുവീടുകളായാൽ പോലും ഒരു മകനെയോ മകളെയോ വെറുതെ കൊണ്ട് അങ്ങനെ വിട്ടിട്ട് പോരരുത്. ഇനി അതിനെ കൂടെ പറഞ്ഞേക്കുന്ന ഒരു വാക്കോടെ ഉണ്ട്, ചാവറയച്ചൻ പറഞ്ഞേക്കണത് തന്നെ. വീട്ടിൽ നിന്ന് അവധി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ ബന്ധുവീടുകളിൽ മക്കൾ പോകുമ്പോൾ, കുട്ടികൾ പോകുമ്പോൾ അവർ മാലാഖമാരെ പോലെ പോകുന്നു. ഇത്ര ക്ലിയർ ആയി നോക്കി, മാലാഖമാരെ പോയി. അതൊക്കെ നമ്മുടെ ഇടയിൽ കിട്ടുന്ന നല്ല ചിന്തയാണ്. തിരിച്ചു വരുമ്പോൾ പിശാചുക്കളെ പോലെ ആയിത്തീരുന്നു. എങ്ങനെ ആയിത്തീരുന്നു? അപ്പൊ അന്നും ഉണ്ട്, ഇന്നും ഉണ്ടത്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തെ ഒരു സ്വഭാവം നോക്കിയാൽ മതി. പല അവിടെ ഒരു 10 ദിവസം അവിടെയായിരുന്നു, ബാംഗ്ലൂരായിരുന്നു, അല്ല എവിടെയായിരുന്നു, ഇളയമ്മയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൾക്ക് ഭയങ്കര അരിച്ചോ. അവൾക്ക് എന്നാ പറഞ്ഞാലും അവൾ കേൾക്കുകയല്ല, എന്നാ പറഞ്ഞാലും അവൻ കേൾക്കുകയല്ല. അവൻ അവിടെ ഇങ്ങനെ ഇരിക്കണില്ല, അവൻ അങ്ങോട്ട് പോവാ. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ചീത്ത പറയാ എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ട്. അതിന്റെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഫോം ചെയ്യപ്പെട്ടു. ആ ഫോർമേഷൻ വേറെ കിട്ടിയേക്കണേ. അപ്പോ കുടുംബത്തിൽ കിട്ടുന്ന ഫോർമേഷൻ വേറൊരു സ്ഥലത്ത് അപ്പനോ അമ്മയോ ആരെങ്കിലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ വഴിതെറ്റി പോകും എന്നുള്ളത് 100% ശരിയാണ്. അതാണ് ചാവറയച്ചൻ അന്നത് പറഞ്ഞത്. താങ്ക് യു ഫാദർ, ഇത്രയും നേരം ഞങ്ങളോടൊത്ത് ഈ ചാവറുള്ളിന്റെ അർത്ഥങ്ങൾ, അതിന്റെ പൊരുളുകൾ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു. താങ്ക് യു വെരി മച്ച്.